ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഞാൻ റഫീഖ സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്, അതായത് GAAPs, GAAP. ഓക്കെ, അപ്പോൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. എന്താണ്? ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ജനറലായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GAAPs എന്ന് പറയുന്നത്. എന്താ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി റൂൾസ് ഓർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ റൂൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, ആ ഒരു റൂൾസ്, അതായത് ഡബിൾ എൻട്രി സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള റൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ, ദാറ്റ് ഈസ് ഇറ്റ്സ് ബേസിക് അസംഷൻസ് ഓർ ഐഡിയാസ് അല്ലെങ്കിൽ ബേസിക് കസ്റ്റംസ് ഓർ ട്രഡീഷൻസ്, അതാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ജനറലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു മേക്ക് ദി ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇൻ ഓർഡർ ടു മേക്ക് ദി ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കാം, സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കേസിലാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കൂടുതലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അല്ലേ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നത്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, ദാറ്റ് ഈസ് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ, കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും, ആൻഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വേൾഡിൽ, ഇപ്പോൾ നമ്മൾ ഹോൾ വേൾഡിൽ മൊത്തം ഏതൊക്കെ കമ്പനികളുണ്ടോ ഈ കമ്പനികളുടെയൊക്കെ അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അതിനൊരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് നമ്മളുടെ യൂണിവേഴ്സിൽ, അതായത് ഹോൾ വേൾഡിൽ, ഇപ്പോൾ ലോകത്ത് മൊത്തം എല്ലാ അക്കൗണ്ടൻസും ഒരേപോലെയുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഏതൊരു ഓർഗനൈസേഷനിൽ നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും എന്തുണ്ടാവണം? അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ കമ്പയർ ചെയ്യുന്നതൊക്കെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്തിട്ടൊക്കെ വേണം ഏത് കമ്പനിയാണ് ബെറ്റർ എന്നുള്ളത് അറിയാൻ. ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല? ഇപ്പോൾ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഒരു 1 lakh rupees പ്രോഫിറ്റ് കിട്ടി, മറ്റൊരു കമ്പനിക്ക് 2 lakh rupees പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ 2 കമ്പനികൾ തമ്മിലൊരു കമ്പാരിസൺ നടത്തിയിട്ട് ഇതിൽ ഏത് കമ്പനിയാണ് ബെറ്റർ എന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള കമ്പനി ബെറ്റർ ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇങ്ങനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 കമ്പനികളും ഒരേപോലുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇങ്ങനൊരു യൂണിഫോമിറ്റി അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും ഇത് വൈ എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക.
എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ്, വൈ ഫോളോ ചെയ്യുന്നത് വേറൊരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. അപ്പം എക്സിന് കിട്ടിയ 1,00,000 പ്രോഫിറ്റും വൈക്ക് കിട്ടിയ 2,00,000 പ്രോഫിറ്റും തമ്മിൽ നമുക്ക് കമ്പാരിസൺ നടത്താൻ കഴിയില്ല. കാരണം എന്താണ്, എക്സ് ഫോളോ ചെയ്യുന്ന രീതി വേറൊന്നാണ്, വൈ ഫോളോ ചെയ്യുന്ന രീതി വേറൊന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആവില്ല. പക്ഷേ നമ്മൾ ഒരേപോലുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, മീനിങ് ഓഫ് ഗ്യാപ്സ് ആണ് പറയുന്നത്. ഇൻ ഓർഡർ ടു മേക്ക് ദി ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ആ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അക്കൗണ്ടിങ് സിസ്റ്റം, അതായത് ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് മേക്ക് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സർട്ടൻ പ്രിൻസിപ്പിൾസ്. അവിടെ നമുക്ക് സർട്ടൻ പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സർട്ടൻ പ്രിൻസിപ്പിൾസ്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ കോമൺലി നോൺ ആസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. എ പ്രിൻസിപ്പിൾ ഈസ് എ റൂൾ ഓഫ് ആക്ഷൻ ഓർ ഗൈഡ് ടു ആക്ഷൻ. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റൂൾ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ ആക്ഷൻ, നമുക്കൊരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റൂള്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സർട്ടൻ റൂൾസ്, അതിൻ്റെ നിയമാവലികൾ അല്ലേ, നിയമങ്ങളാണ് റൂൾസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള സർട്ടൻ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ്. അപ്പം പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ റൂൾ ഓഫ് ആക്ഷൻ ആണ് അല്ലെങ്കിൽ ഗൈഡ് ടു ആക്ഷൻ ആണ്. ദീസ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ജനറലി ആക്സെപ്റ്റഡ് ബൈ അക്കൗണ്ടൻസ് ഓൾ ഓവർ ദി വേൾഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓൾ ഓവർ ദി വേൾഡ്, ലോകം മൊത്തം ഉള്ള അക്കൗണ്ടൻസും എന്ത് ചെയ്തിരിക്കണം, അത് ഫോളോ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവരത് ജനറൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഓൾ ഓവർ ദി വേൾഡ് ആസ് ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ പ്രിപ്പയറിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതൊരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ്, അവരത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ പ്രിപ്പയറിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദീസ് പ്രിൻസിപ്പിൾസ് ആർ കോൾഡ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതുകൊണ്ടാണ് ഈ പ്രിൻസിപ്പിൾസിന് നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് പ്രിൻസിപ്പിൾസ് സെർവ് ആസ് എ ഗൈഡ് ലൈൻ ടു എൻഷുർ യൂണിഫോമിറ്റി, ക്ലാരിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഈസ് എല്ലാ അക്കൗണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന, അവർ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ ഒരു യൂണിഫോമിറ്റി വരുത്താനും ക്ലാരിറ്റി വരുത്താനും അതുപോലെ തന്നെ അത് നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആക്കാനും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ദി ജനറൽ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഇൻ അക്കൗണ്ടിങ് ആർ കോൾഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സർട്ടൻ റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂണിവേഴ്സലി അത് ഒരു അക്കൗണ്ടന്റ് അത് ആക്സെപ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് അത് അഡോപ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു ദാറ്റ് ഈസ് ഫോർ റെക്കോർഡിംഗ് ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂൾസ് അല്ലെങ്കിൽ പ്രൊസീജിയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്യാപ്സ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ജനറൽ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഇൻ അക്കൗണ്ടിങ് ആർ കോൾഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദാറ്റ് ഈസ് ദോസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ അഡോപ്റ്റഡ് ബൈ ദി അക്കൗണ്ടന്റ് യൂണിവേഴ്സലി in recording the accounting transactions are defined as accounting principles. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചാൽ, മീനിങ് ചോദിച്ചാൽ എന്താണ്, ദി ജനറൽ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഇൻ അക്കൗണ്ടിങ് ആർ കോൾഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദെൻ ഗ്യാപ്സ് ആർ എന്താണ് പറയുന്നത്, ഗ്യാപ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി അക്കൗണ്ടിങ് ലാംഗ്വേജ് ആണ്. അക്കൗണ്ടിങ് ലാംഗ്വേജിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഗ്യാപ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദി പില്ലേഴ്സ് ഓൺ വിച്ച് ദി സ്ട്രക്ചർ ഓഫ് അക്കൗണ്ടിങ് ഈസ് റെസ്റ്റിംഗ്. അക്കൗണ്ടിങ്ങിന്റെ സ്ട്രക്ചർ കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പില്ലറാണ് എന്ത്, ഗ്യാപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ സ്ട്രക്ചർ റെസ്റ്റ് ചെയ്യുന്ന ഒരു പില്ലർ
അതായത് അതിനെ താങ്ങി നിർത്തണ അക്കൗണ്ടിങ് സ്ട്രക്ചറിനെ താങ്ങി നിർത്തണ ഒരു പില്ലറാണ് എന്തെന്ന് പറയുന്നത് ഗ്യാപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വട്ട് യു മീൻ ബൈ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു മേക്ക് ദി ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് system, accounting should be based on certain principles, and these principles are commonly known as generally accepted accounting principles. Okay, ഇനി അതിൻ്റെ ഡെഫിനിഷൻ ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ദെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് മേ ബി ഡിഫൈൻഡ് ആസ് those rules and procedures which are adopted by the accountants universally in recording the accounting transactions. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ദോസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസും പ്രൊസീജിയേഴ്സും അത് ഒരു അക്കൗണ്ടൻറ്റ് അഡോപ്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു റെക്കോർഡ് ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. അതായത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകമൊത്തത്തിലുള്ള അതായത് ലോകമെമ്പാടുമുള്ള അക്കൗണ്ടൻസ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ റൂൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോകം മൊത്തം അതായത് വേൾഡ് മൊത്തം യൂണിവേഴ്സലി എന്തായിരിക്കും? അക്കൗണ്ടിങ് പ്രൊസീജിയറും റൂൾസും അതിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എല്ലായിടത്തും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് principles. These principles are usually called as generally accepted accounting principles. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസിനെ സാധാരണയായിട്ട് പറയുന്നതാണ് എന്ത്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒന്നാമത്തത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് അസംഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിന് നമുക്ക് ബേസിക് അസംഷൻസ് ഓർ ഐഡിയാസ് എന്ന് പറയാം. അപ്പോൾ ബേസിക് അസംഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് ആണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സർട്ടൻ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ അസംഷൻസ് അല്ലെങ്കിൽ സർട്ടൻ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ അസംഷൻസ് അല്ലെങ്കിൽ ഐഡിയാസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്? അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് എന്ത്? ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കസ്റ്റംസ് ഓർ ട്രഡീഷൻസ് ആണ്. അപ്പോൾ നമുക്കും നമ്മളുടെ ജീവിതത്തിൽ കുറേ മൂല്യങ്ങളും വാല്യൂസും ഒക്കെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് കസ്റ്റംസ് ഉണ്ടാവും. ഓരോ റിലീജിയൻ അനുസരിച്ച് ഡിഫറെൻറ്റ് കസ്റ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രഡീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ ആർക്കും ഉണ്ട്? അക്കൗണ്ടിങ്ങിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കസ്റ്റംസിനെ അല്ലെങ്കിൽ ട്രഡീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ബേസിക് അസംഷൻസ് ആൻഡ് ഐഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. ദാറ്റ് ഈസ് ബേസിക് അസംഷൻസ് ആണ്. എന്താണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആർ ദി അസംഷൻസ് മെയ്ഡ് വൈൽ റെക്കോർഡിംഗ് ദി വേരിയസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർട്ടൻ അസംഷൻസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ സങ്കല്പങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആർ ദി അസംഷൻസ് മെയ്ഡ് while recording the various transactions in the books of account. Okay, the purpose of accounting concept is to make accounting uniform, objective, consistent and understandable. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ പർപ്പസ് എന്താണ്? ദാറ്റ് ഈസ് ടു മേക്ക് അക്കൗണ്ടിങ്ങിനെ എന്താക്കാൻ വേണ്ടിയിട്ടാണ്? അക്കൗണ്ടിങ്ങിനെ യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാ അക്കൗണ്ടിങ് സിസ്റ്റവും അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട്, അതിനൊരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ. ദെൻ അതിന് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടാവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ഒരു സ്ഥിരത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആവാനും വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദി ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. മെയിനായിട്ട് വരുന്നത് നമുക്ക്
9 അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. ദാറ്റ് ഈസ് ഒന്നാമത്തേത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് ആണ്. ദെൻ തേർഡ് വൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. നെക്സ്റ്റ് റിയലൈസേഷൻ കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് അസംഷൻസ്. അപ്പോൾ ഈ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ പോയിന്റ് വൈസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിന് നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നും പറയുന്നുണ്ട്. എന്താ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ്സിനെയും അതേപോലെ തന്നെ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ, ഓണേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സ്, ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. അതായത് ബിസിനസ് വേറെ, അതിൻ്റെ ഓണേഴ്സ് വേറെ. അപ്പോൾ ബിസിനസ്സിലേക്ക് ഈ ഓണേഴ്സ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനാര് ലയബിളാണ്? ഈ കമ്പനി ലയബിളാണ്. ഓക്കെ, അതാണ് ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ബിസിനസ്സിനെയും ഓണേഴ്സിനെയും അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്, രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണേഴ്സ് ആണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലയബിലിറ്റിയാണ്. അത് ഇവർ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഈ ഓണർക്ക് ഈ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ഈ ക്യാപിറ്റലിൽ നിന്നും ഇപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഓണർ കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രോയിങ്സ് തിരിച്ച് കമ്പനിയിലേക്ക് അടക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഈ ഓണറിൻ്റെ ചുമതലയാണ്. അല്ലെങ്കിൽ ആ ഓണർ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ അതിന് റെസ്പോൺസിബിൾ ആണ്, അല്ലേ? അപ്പോൾ ഓണർ ആൻഡ് ദി ബിസിനസ് ആർ സെപ്പറേറ്റ് എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് യൂണിറ്റ് ഓർ എ കമ്പനി ഈസ് എ ബോഡി കോർപ്പറേറ്റ് ആൻഡ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ബിസിനസ് യൂണിറ്റും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കമ്പനി, ബിസിനസ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്താണ്? ഒരു സെപ്പറേറ്റ് ഈസ് എ ബോഡി കോർപ്പറേറ്റ്. ബിസിനസ് യൂണിറ്റ് ഓർ കമ്പനി ഈസ് എ ബോഡി കോർപ്പറേറ്റ്. അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. ആൻഡ് ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിനെന്തുണ്ട്? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് പ്രൊപ്പറേറ്റേഴ്സ്. അതായത് പ്രൊപ്പറേറ്റേഴ്സിൽ നിന്നും ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അസംഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് എൻറ്റിറ്റി ഓർ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഓണറും ആൻഡ് ദി ബിസിനസ് ആർ സെപ്പറേറ്റ്. ഓണറും ബിസിനസ്സും എന്താണ്? സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഓക്കെ, ആൻ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ എൻറ്റിറ്റി ഈസ് ആൻ എക്കണോമിക് യൂണിറ്റ് വിച്ച് പെർഫോംസ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി പെർഫോം ചെയ്യണ ഒരു എക്കണോമിക് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, ദാറ്റ് ഈസ് ദി ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നും ബിസിനസ്സിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ നോക്കി നോക്കൂ, പേഴ്സണൽ ട്രാൻസാക്ഷൻ ഓഫ് ദി ഓണർ ആർ നോട്ട് മിക്സ്ഡ് വിത്ത് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ഓണറിൻ്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻ ആ കമ്പനീൻ്റെ ട്രാൻസാക്ഷനായിട്ട് മിക്സ് ചെയ്യൂല, അല്ലേ? അതായത് ഡ്രോയിങ്സ് വേറെ, ദെൻ അതേപോലെ തന്നെ കമ്പനീൻ്റെ കാര്യങ്ങൾ വേറെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ്, ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എൻഷുർ ചെയ്യുന്ന എന്താണ്? ക്ലാരിറ്റി ഇൻ ദി ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഫിനാൻഷ്യൽ റെക്കോർഡ്സിൽ ക്ലാരിറ്റിയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും ഈ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ നമ്മൾ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് എൻട്രീസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ
എൻട്രീസ് റെക്കോർഡ് ചെയ്യണത്. ഓക്കെ, എന്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്? ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്? ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതേപോലെ തന്നെ പ്രൊപ്പറേറ്റർ വേറൊരു സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ സെക്കൻഡ് കോൺസെപ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഏതുകൊണ്ട് പറയുന്നത്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്, അത് മണി മെഷർമെൻ്റ് ആണ്. അതായത് എന്താ പറയുന്നത്? മണി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ്ഡ്, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു മെഷീൻ പർച്ചേസ് ചെയ്യാണ്. അപ്പം മെഷീൻ പർച്ചേസ്ഡ് അത് ഒരു എമൗണ്ട് അതിനുണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും, പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി വേറൊരു പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വർക്കർ ഭയങ്കര വർക്കിനോട് നല്ല മൊറാലിറ്റി ഉള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക. ആ വർക്കർ നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല വർക്ക്, അതായത് നല്ല ക്വാളിറ്റി വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാളുടെ ക്വാളിറ്റി വർക്ക് അല്ലെങ്കിൽ അയാൾ നൽകുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലേ? അതായത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അളക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡഡ്. അപ്പോൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ കോൺസെപ്റ്റ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ മണി ടേംസ് ആർ റെക്കോർഡഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, only transactions that can be measured in monetary terms are recorded in the accounting books. Then രണ്ടാമത് എന്താ പറയുന്നത്? നോൺ മോണിറ്ററി ഐറ്റംസ്. ഇപ്പോൾ നമുക്ക് ക്യാഷിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസിനെയാണ് നോൺ മോണിറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ മോണിറ്ററി ഐറ്റംസ് ഏതൊക്കെയാണ്? എംപ്ലോയി സ്കിൽ ഓർ കസ്റ്റമർ ലോയാലിറ്റി. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ സ്കില്ല്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ലോയാലിറ്റി, ഇതൊക്കെ നോൺ മോണിറ്ററി ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്, നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യണില്ല, ആർ നോട്ട് റെക്കോർഡഡ്. ദെൻ മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ഫെസിലിറ്റേറ്റ് യൂണിഫോമിറ്റി ആൻഡ് കമ്പാരബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ യൂണിഫോമിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ട്, അതേപോലെ തന്നെ കമ്പാരബിലിറ്റിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് എന്ത്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ആ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കമ്പനി, ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിപ്പിക്കണമല്ല, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കണമല്ല, അല്ലേ? ഒരുപാട് വർഷക്കാലം ആ കമ്പനി നിലനിൽക്കും, അല്ലെങ്കിൽ ആ കമ്പനി ഫങ്ഷൻ ചെയ്യും, അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ആ കമ്പനി തുടർന്നുകൊണ്ട് പോകും, വർഷങ്ങളോളം തുടർന്നുകൊണ്ട് പോകും, ഒരു ലോങ് ഇയേഴ്സ് അത് തുടർന്നുകൊണ്ട് പോകും. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദി അക്കൗണ്ട്സ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ആർ മെയിൻറ്റെയിൻഡ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് എവറി ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ എല്ലാ ബിസിനസ്സും, എവറി ബിസിനസ് വിൽ കണ്ടിന്യൂ, അപ്പോൾ എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യുന്നുണ്ട്, വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇൻഡെഫിനിറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു അൺലിമിറ്റഡ് പീരിയഡ് ആണ്, അല്ലേ? എത്ര കാലം എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈമിൽ ഒരുപാട് വർഷക്കാലം എല്ലാ ബിസിനസ്സും മുന്നോട്ട് പോവും, അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും എന്ന് അസ്യൂം ചെയ്യുന്നതാണ് ഈ ഒരു
കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് ഇതിൽ എന്താ പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വിത്ത് ദിസ് അസംഷൻ ദാറ്റ് ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് എന്താണ്, ഈ അസംഷനിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ അസംഷൻ പ്രകാരം നമ്മൾ ഫിക്സഡ് അസറ്റിനെ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എങ്ങനെയാണ്, ഫിക്സഡ് അസറ്റ് ലെസ് ഡിപ്രിസിയേഷൻ എന്നാണ് നമ്മളിവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ എന്താണ് പറയുന്നത്, ദാറ്റ് ഈസ് ഒന്ന് പറയുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദി ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈം. ഇത് അസ്യൂം ചെയ്യുന്ന എന്താണ്, ബിസിനസ് ഒരുപാട് വർഷക്കാലം ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡ് ഓഫ് ടൈമിൽ അത് കണ്ടിന്യൂ ചെയ്യും. ദെൻ രണ്ടാമത്തത് വിത്ത് ദി അസംഷൻ ദാറ്റ് ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഇറ്റ്സ് ഡിപ്രിസിയേഷൻ. ഫിക്സഡ് അസറ്റ് നമ്മൾ ഒറിജിനൽ കോസ്റ്റിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് വാല്യൂവും ബുക്ക് വാല്യൂ ആണ് അല്ലേ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു മെഷീൻ വാങ്ങി, 1,00,000 രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങി. ഓക്കെ, അപ്പോൾ 1,00,000 രൂപയ്ക്ക് ഒരു മെഷീൻ വാങ്ങിയെങ്കിൽ നമ്മൾ ബുക്കിൽ ഈ മെഷീൻ്റെ വാല്യൂ കാണിക്കുന്നത് ഈ 1,00,000 റുപ്പീസ് ആണ്. അപ്പോൾ സപ്പോസ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരു 1,50,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇതല്ല നമ്മൾ അതിൽ കാണിക്കുക, പകരം നമ്മൾ എത്ര രൂപയ്ക്കാണോ ആ മെഷീന് അക്വയർ ചെയ്തത് അതിൻ്റെ വിലയാണ് കാണിക്കുക. അതാണ് ഒറിജിനൽ കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഈ ഒറിജിനൽ കോസ്റ്റ് എന്ന് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും ആസ് ഡിപ്രിസിയേഷൻ ആയിട്ട്. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്, ദി അക്കൗണ്ട്സ് ഓഫ് എൻ എൻ്റർപ്രൈസ് ആർ മെയിൻറ്റെയിൻഡ് ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് പ്രകാരമാണ് ഒരു എൻ്റർപ്രൈസിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Then next, this concept makes difference between capital expenditure and revenue expenditure. ഈ കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും ഡിഫൈൻ ചെയ്യുന്നത്, അതായത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. Then next, assets are valued on the basis of their ongoing utility rather than liquidation value. അപ്പോൾ അസറ്റ്സിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് അതിൻ്റെ ഓൺഗോയിങ് യൂട്ടിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്, ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല. ദെൻ നെക്സ്റ്റ്, ഇത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അഫക്ട്സ് ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ ആൻഡ് ദി വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും വാല്യുവേഷനെയും അതുപോലെ തന്നെ അമോർട്ടൈസേഷനെയും ഡിപ്രിസിയേഷനൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ that is the going concern concept. Going concern concept means that every business will continue for an indefinite period of time. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റിനെ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഡിപ്രിസിയേഷന് ഫിക്സഡ് അസറ്റ് മൈനസ് ഡിപ്രിസിയേഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ലൈഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. 1 ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, 2 മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, 3 ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി കോൺസെപ്റ്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക്